ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ ചില്ലി ആയാലോ? ചിക്കൻ തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല, ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിത് 1 കിലോ ചിക്കൻ ഉള്ളത് കണക്കാക്കി എടുക്കുന്നത്. കൂടുതൽ ചിക്കൻ ആണെങ്കിൽ അതനുസരിച്ച് എടുക്കണം. 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതെടുക്കാം. കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂണ്. ഇത് എരിവുള്ളത് വേണമെങ്കിൽ എടുക്കാം, കാശ്മീരി ചില്ലി തന്നെ വേണമെന്നില്ല. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് വഴറ്റണം. നമ്മുടെ പൊടികളൊക്കെ ഇത്രയും വഴന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന അതേ വലിപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് പാകത്തിന് ഉപ്പും കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ചിക്കനിലെ വെള്ളം ഇറങ്ങി വേവട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചിക്കനിലെ വെള്ളം തന്നെ ധാരാളമുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവാനുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്. ചിക്കൻ ഒരു 1/4 വേവാകുമ്പം കട്ട് ചെയ്ത് വെച്ച സവാള, ഞാൻ 2 സവാളയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ. അതിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളുള്ളി പേസ്റ്റ്. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇനി നല്ലതുപോലെ അരച്ച ഒരു തക്കാളിയുടെ പേസ്റ്റ്, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കാം. ഇനി ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മളെപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ചിക്കനൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതൊക്കെ വയ്ക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റായിരിക്കും. വളരെ കുറഞ്ഞ ചേരുവകൾ മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ നിങ്ങളും കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ല സ്വാദാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.